നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതുന്നതിനായി നിന്റെ വിശ്വസ്തതയ്ക്കായ സ്തോത്രം. ഞങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ച നീ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി നീ, നിന്റെ വരവിൻ്റെ നാളോളം കർത്താവ് നിന്റെ പ്രവൃത്തി തികയ്ക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. നിന്റെ വചനം കർത്താവേ, പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് നിൻ്റെ അടുത്ത് വന്നിരിക്കുന്നവരെ നീ ഒരു നാളും തള്ളിക്കളയാതെ കർത്താവ് ഒടുക്കത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതോട് കൂടെ കർത്താവ് ഞങ്ങളെ പണിതുകൊണ്ടിരിക്കുന്ന നല്ല കുശവൻ്റെ കരയിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിത്യനായി ആദ്യനും അന്ത്യനുമായി തൻ്റെ മഹത്വം മറ്റാർക്ക് തൻ്റെ സ്തുതിയെ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കാത്ത ഏക സത്യതയും നിത്യജീവൻ നീ മാത്രമായിരിക്കും. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ആ മഹത്വം നീ മറ്റാർക്കും കൊടുക്കുന്നവനല്ലോ. നിൻ്റെ ശക്തി ദേശത്ത് വ്യക്തികളിൽ കർത്താവ്, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും പ്രവർത്തിക്കാൻ കർത്താവിന് കൃപയായി തോന്നുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെരിയാച്ചാനും കുടുംബത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ്, നിൻ്റെ കൃപയെ കർത്താവ് നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യൂട്യൂബിലൂടെ കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവരെയും കർത്താവ് നീ പണിതെടുക്കാൻ മതിയായവനാണല്ലോ. ഇന്ത്യൻ ഭരണകൂടത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവ്, നിൻ്റെ നാമം ഉയർന്നിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. വീണ്ടും വരുന്നവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിൽ കൂടെ കർത്താവ് നമ്മൾ കൂട്ടി വരുത്തിയത് ഓർത്ത് അവൻ്റെ സ്നേഹത്തെ ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. പാട്ടുപാടവനക്കും കർത്താവ് നമുക്ക് കൃപ നൽകി, ആത്മാവിൽ സത്യത്തിനും ആരാധിക്കാൻ കൃപ നൽകി. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൻ്റെ തുടർമാനമായിക്കൊണ്ട് തന്നെ ഹല്ലേലൂയ നമുക്ക് സ്തോത്രം എഫേസ്യ ലേഖനത്തെയും കൊലോസ്യരെയും ആധാരമാക്കി ക്രിസ്തുവും അവൻ്റെ ശരീരമായിരിക്കുന്ന സഭയും തമ്മിലുള്ള ബന്ധം എത്രമാത്രം എങ്ങനെയാണ് എന്ന കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ തുടർമാനമായിട്ട് നമുക്കിനി ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട്. ആഴമേറിയ വിഷയങ്ങൾ ഇനി ബാക്കി കിടക്കുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് എഫേസ്യ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 18 തുടങ്ങി 23 വാക്യങ്ങളുടെ ഭാഗങ്ങളായിരുന്നു നമ്മൾ ചിന്തിച്ചത്. 18-19 വാക്യങ്ങളെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ നമ്മൾ ചിന്തിച്ചു. 20-ാം വാക്യത്തിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്രവേശിച്ചതേ ഉള്ളൂ. എങ്ങനെയാണ് അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചത്? അത് നമുക്കൊരു ഉദാഹരണം പറയുകയാണ്. അങ്ങനെ അവൻ ക്രിസ്തുവിൻ വ്യാപരിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറഞ്ഞ്. സ്തോത്രം. അങ്ങനെ അവൻ ക്രിസ്തുവിനും വ്യാപരിച്ച് അവന് മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ തൻ്റെ വലതുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും. സ്തോത്രം. അതേപോലെ തന്നെയാണ് നമ്മുടെ കാര്യത്തിൽ നടക്കുന്നത്. സ്തോത്രം. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഉയർത്തി. ഇന്നലെ നമ്മൾ പറഞ്ഞു ആരെല്ലാം വിശ്വസിക്കുന്നതെന്ന്. സ്തോത്രം. എന്തിനു വേണ്ടി വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ദൈവത്തിന് ഫലം കായ്ക്കുമാറ്. ആരിലാണ്? ഉയർത്തെന്നുവെച്ചാൽ വേറൊരുവനിൽ. വേറൊരുവനാരാ? ക്രിസ്തു തന്നെ. ആദ്യം പാപത്തിൻ്റെ അടിമകളായിരുന്നു, പാപത്തിൻ്റെ പ്രവൃത്തികളായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് അതിനകത്തുനിന്ന് എസ്കേപ്പ് ഇല്ലായിരുന്നു, മോചനമില്ലായിരുന്നു. ദൈവത്തിനതറിയാം. അതുകൊണ്ട് തന്നെയാണ് പുത്രനെ നമുക്ക് വേണ്ടി തന്ന. പുത്രനെ ആദരിക്കാതെ നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ അവൻ്റെ മേൽ കൊടുത്തുകൊണ്ട് നമ്മെ സൗജന്യമായിട്ട് സ്വതന്ത്രരാക്കിയാണ്. നമ്മളിന്ന് ആവശ്യപ്പെടുന്നത് വിശ്വസിക്കാൻ മാത്രം ചെയ്യാം. സ്തോത്രം. ക്രിസ്തുവിൽ ആശ്രയിക്കാൻ മാത്രം ചെയ്യാം. ഇത് നമ്മൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട്, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുകൊണ്ടും ഒട്ടുമിക്കവാറും വിശ്വാസികൾ അത് വിശ്വസിച്ചിരിക്കുന്നു. അത്രമാത്രം ശരിയാണെന്ന് അംഗീകരിച്ചു, അത് വിശ്വസിച്ചിരിക്കുന്നു. അതുകൊണ്ട് രക്ഷ നടക്കുമെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. തെറ്റായ ധാരണ തന്നെയാണ്. രക്ഷ നടക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കണം. ഞാൻ ഉദാഹരണം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ഏതും തോട്ടത്തിലേക്ക് ചിന്തിച്ച് നോക്കുക. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനായ മനുഷ്യൻ, ദൈവത്തിൻ്റെ സദ്ഗുണങ്ങൾ അതേപോലെ അവനിലും ഉണ്ടായിരുന്നു. അവനെ നിത്യനായിട്ടാണ് സൃഷ്ടിച്ചത്. ആ പൊടിയായിരുന്ന ആ മൺകൂടാരത്തിലേക്ക് കടന്നു വന്നത് അവൻ്റെ സൃഷ്ടിതാവ് തന്നെയാണ്. സ്തോത്രം. അതിൻ്റെ പല ഉദാഹരണങ്ങൾ നാം പറഞ്ഞു. താൻ സൃഷ്ടിച്ച സകല ചരാചരങ്ങളെയും ആദാമിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വന്നിട്ട് അവൻ അവയ്ക്കിട്ടതൊക്കെയും അതിന് പേരായി. അതിൻ്റെ മേളിൽ ദൈവത്തിനൊരു കമാൻഡില്ല, ഒരു കറക്ഷൻസ് ഇല്ല. അതായത് മനുഷ്യൻ്റെ യഥാർത്ഥ അവസ്ഥ പൂർണ്ണമായും അറിഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ആദം. സ്തോത്രം.
ആ യഥാർത്ഥ മനുഷ്യൻ്റെ, ദൈവത്തിൻ്റെ പ്ലാനിലുള്ള യഥാർത്ഥ മനുഷ്യൻ്റെ പൂർണ്ണ രൂപം, ഭാഗീയ പ്രകടനമല്ല പറഞ്ഞ് അവൻ്റെ ആത്മീക അവസ്ഥ എങ്ങനെയായിരുന്നു, അവൻ്റെ സമാധാനം എങ്ങനെയായിരുന്നു, ദൈവത്തോട് അവൻ്റെ ബന്ധം എങ്ങനെയായിരുന്നു, ദൈവമായിട്ടുള്ള അവൻ്റെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരുന്നു, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആദം. അവനിൽ നിന്ന് വന്ന് ദൈവം ഒഴിവാക്കിയെടുത്ത ഹവ്വയും. അതേ സമയത്ത് പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ഏതും തോട്ടത്തിൽ പുറത്താക്കപ്പെട്ട് അവർക്ക് ആ രണ്ട് അവസ്ഥകൾ തമ്മിൽ വ്യക്തമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുവാൻ, വേർതിരിച്ചറിയുവാനുള്ള കഴിവുമായി. രണ്ട് അനുഭവങ്ങളെയും വ്യത്യസ്തമായ അനുഭവങ്ങൾ വേർതിരിച്ചറിയുവാനുള്ള കഴിവായി. ആ സമയത്താണ് ദൈവം സ്തോത്രം ഏതും തോട്ടത്തിലേക്ക് കടന്നു വരുന്നത്. ശാന്തമായ സമയത്ത് വളരെ ശാന്തമായിട്ട് ചോദിക്കുകയാണ്, ആദം നീ എവിടെയാണ്? ഉടനെ മറുപടി പറഞ്ഞു, തോട്ടത്തിൻ്റെ കാലിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുകയാകുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, നിന്നോട് തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം തിന്നോ? പിന്നെ ഉത്തരങ്ങൾ അങ്ങനെയൊക്കെ പോവുകയാണ്. അവിടെ മനുഷ്യൻ്റെ സ്വഭാവങ്ങളൊക്കെ വിവേചിക്കാൻ ഒരു വഴിയുണ്ട്. പക്ഷേ അവിടെ ദൈവം പറയായിരുന്നു, നീ വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ നിന്റെ പൂർവ്വ അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ഏതൻ തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് നിനക്ക് കടന്നു വരുവാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല. അവന് വെള്ളത്താൽ ജനിക്കേണ്ട ആവശ്യകതയില്ല. ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ നിനക്ക് വീണ്ടും ഈ ഏദൻ തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക്, അല്ലെങ്കിൽ ഞാനുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ നിനക്ക് സാധ്യമല്ല. യേശു നിക്കോദേമോസിന് പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ നീ ഏദൻ തോട്ടത്തിലേക്കോ ഞാനുമായിട്ടൊരു കൂട്ടായ്മയിലേക്കോ ഞാനുമായിട്ട് നിരപ്പ് പ്രാപിക്കാൻ നിനക്ക് സാധ്യമല്ല. അതവനറിയാം. ഇതിന്റെ രണ്ടവസ്ഥയും, മരിച്ചിരിക്കുന്ന അവസ്ഥയുടെ അനുഭവങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ദൈവം അവനോട് വസിച്ചിരുന്ന സമയത്ത് പാപം ചെയ്യുന്നതിന് മുമ്പിൽ അവസ്ഥ വളരെ വ്യക്തമായിട്ട് അറിയാം. നമുക്ക് ഈ രണ്ടവസ്ഥ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അത് അവന് പൂർണ്ണമായിട്ടും അറിയാം. ദൈവം അവനെ വസിച്ചിരുന്ന സമയത്ത് ദൈവത്തിന്റെ സ്വരൂപത്തിന്റെ സാദൃശ്യം സൃഷ്ടിക്കപ്പെട്ട് അവൻ തെറ്റ് ചെയ്യുന്നതിന് മുമ്പ്, അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന അവന്റെ അവസ്ഥ വളരെ വ്യക്തമായിട്ട് അറിയാം. ദൈവമായിട്ടുള്ള അവന്റെ ബന്ധം എന്താണെന്ന് അറിയാം, അതിന്റെ അധികാരം എന്താണെന്നറിയാം. അവൻ സകല ചരാചരങ്ങൾക്ക് പേരിട്ടത് അങ്ങനെ തന്നെയായി. അതുവരെ സകല ചരാചരങ്ങൾ അവന് കീഴ്പ്പെട്ടിരുന്നതും അവനെല്ലാം വ്യക്തമായിട്ട് അറിയാം. സ്തോത്രം. അതിനുമേൽ ദൈവത്തിനൊരു കമാൻഡ് ഇല്ല. അവളെ നാരിക നരന്ന് എടുത്തത് കൊണ്ട് അവൾക്ക് നാരി എന്ന് പേരിടും. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. മറ്റൊരു മാറ്റമില്ല. എന്നാൽ ഈ സന്ധ്യാകുന്ന സമയത്ത് അവൻ്റെ അടുത്ത് വന്ന് പറയാണ്, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം നിനക്ക് വീണ്ടും കാണാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ നിനക്ക് ഏതും തോട്ടത്തിലേക്കോ ഞാനുമായിട്ടുള്ള കൂട്ടായ്മയിലേക്കോ ഞാനുമായിട്ടുള്ള ബന്ധത്തിലേക്കോ നിനക്ക് കടന്നു വരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആദാം പറയുമായിരുന്നു, ഞാൻ കുഞ്ഞിലെ ഇന്ന പള്ളിയിൽ മാമോദിസം മുങ്ങിയതാ, അല്ല ഞാൻ ഇന്ന രീതിയിലൊക്കെ നടന്നതാ, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടെന്നാ പറയാൻ പറ്റുമായിരുന്നു. രണ്ടവസ്ഥയും വളരെ വ്യക്തമായിട്ട് അറിയാം. രണ്ടവസ്ഥയും വളരെ വ്യക്തമായിട്ട് അറിയാം. എന്തായിരിക്കും ആദാമിന്റെ മറുപടി? എൻ്റെ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറയുമായിരുന്നു? ഇല്ല. കാരണം ദൈവ തേജസ് നഷ്ടപ്പെട്ട അവന് കടന്നെന്താണ്? പാപം. ആ പാപമാണ് അവന്റെ മേൽ കർത്തൃത്വം നടക്കുന്നത്. അവനത് സമ്മതിച്ചിരുന്നെങ്കിൽ ദൈവം അവനെ ആക്കുമായിരുന്നു? നോ, സാധ്യമല്ല. കാരണം പാപത്തിന് ശിക്ഷ കൊടുക്കണം. പാപം കമ്മിറ്റ് ചെയ്തു, അവന് പാപം കർത്തൃത്വം തുടങ്ങി. അതുകൊണ്ടല്ലോ ദൈവം ചോദിച്ചു, നേരിട്ട് പറഞ്ഞ പോലെ ആയിരുന്നോ? തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുവോ? എന്റെ കർത്താവ് തിന്നുപോയി. എന്നോടുകൂടി നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. സ്ത്രീയോട് ചോദിച്ചു, പാമ്പിന്റെ തലയിലിട്ടു. ഇത് മനുഷ്യന്റെ വീട് പോയ മനുഷ്യന്റെ നേച്ചറാണ് അവിടെ കാണിക്കുന്നത്. കയീൻ ഹാബേലിനെ കൊന്നു. നിന്റെ സഹോദരന്റെ അനുജനായ ഹാബേൽ എവിടെന്ന് ചോദിക്കുമ്പോൾ കയർത്തുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ? ആ സ്വഭാവത്തിന്റെ മാറ്റം കൊണ്ടോ? ഇന്ന് സുവിശേഷം കേട്ടിട്ടും മനുഷ്യൻ എന്തുകൊണ്ടാ ഈ നല്ല അവസ്ഥ മനസ്സിലാക്കാത്തത്? അവനറിയില്ല. ഇതാണ് സത്യത്തിലും വചനത്തിൽ കൂടെ നാം ഉപദേശിച്ചു തന്നുകൊണ്ടേയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ആദാമിൽ ഉണ്ടായിരുന്നതിനേക്കാളും
അധികമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. അതായത് ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു, സ്വർഗത്തിലും ഭൂമിയിൽ എന്തിനേയും എന്ത് ചെയ്യാൻ അധികാരമുള്ളവനായ ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് അവന്റെ ഹിതപ്രകാരം സ്വർഗത്തിൽ ഭൂമിയിൽ അവൻ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലും എന്തിനേയും എന്തും ചെയ്യുവാൻ അധികാരമുണ്ട്. ഇതാണ് അതിന്റെ അർത്ഥം. എന്തുകൊണ്ടാണ് ഇത് നമ്മൾ നടക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മൾ നടക്കാത്തത്? നാം പൂർണ്ണമായിട്ടും നമ്മെ ദൈവത്തിന് ഹാൻഡ് ഓവർ ചെയ്യുന്നില്ല. ചെയ്യണമെങ്കിൽ അവന്റെ അധികാരം, അവന്റെ ശക്തി, അവന്റെ ഗുഡ്നസ് അല്ലെങ്കിൽ അവന്റെ കൃപ എന്തൊക്കെയാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ വചനം പഠിച്ചു, കാര്യം ശരിയാണ്, വേദപുസ്തകം എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ കറക്റ്റാണ്, നമ്മൾ അംഗീകരിച്ചു, ശരി, പാസ്റ്റർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, ഞാനത് വിശ്വസിക്കുകയും ചെയ്തു. പക്ഷേ ഉയർത്തെന്നിട്ട് വേറൊരുമായിട്ടുള്ള ബന്ധം പൂർണ്ണതയിൽ വന്നിട്ടില്ല. അതിന് തടസ്സം നിൽക്കുന്നതാണ് നമ്മുടെ സെൽഫ് ഡിസയേഴ്സ്. ഇത് മാറാത്തോളത്തോളം നമുക്ക് സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നതിനനുസരിച്ച് മാറ്റിയാൽ മതി. ആരും അയ്യോ ഞാൻ പൂർണ്ണമായും താഴ്ത്തുന്നേ, പൂർണ്ണമായും ഒഴിക്കുന്നതെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവ് അതാത് സമയത്ത് നമുക്ക് ഒരുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, എന്നിൽ എന്നെ കുറവാണ് കാണുന്നത്. ലോർഡ് എനിക്കിത് മനസ്സിലായി. ഞാൻ എത്രയോ പ്രാവശ്യത്തെ റിപ്പീറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയാണ്, അവനെ സ്വർഗത്തിലിരുത്തി, മഹിമയുടെ വലത്തുഭാഗത്തിരുത്തി, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാൻ ലോകത്തിനും അത്യന്തം മീതെ, നാമും അവനോടുകൂടെ അത്യന്തം മീതെയാണ്. ഇത് ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ട് ആയില്ല, എക്സ്പീരിയൻസ് ചെയ്യണം. എന്താണ് വാഴ്ച, എന്താണ് അധികാരം, എന്താണ് കർത്തൃത്വം? സ്തോത്രം. നമ്മൾ കൊളോസ്യ ലേഖനത്തിൽ വായിക്കുകയാണെങ്കിൽ അതിന് വേഴ്സ് 17 തുടങ്ങിയാണ്, 16 തുടങ്ങി. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടു. ദൃശ്യമായതും അദൃശ്യമായതും, വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ, whether it is principalities, whether it is powers, everything has been created by him. അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അവിടുന്ന് ഒത്തിരി ഡീവിയേഷൻ പോകുന്ന കുറേ ഉപദേശങ്ങളുണ്ട്, ഞാൻ അവിടേക്കൊന്നും ഇപ്പൊ കടക്കുന്നില്ല. ഈ എഫേസ്യ ലേഖനത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒന്ന് ബലം പ്രാപിക്കണം. ബലം പ്രാപിക്കാൻ നമ്മുടെ എല്ലാ ബലം, നമ്മുടെ വിശ്വാസത്തിന്റെ ശക്തിയല്ല, ക്രിസ്തു നമ്മളിൽ വസിക്കുന്നതാണ് ബലം. ക്രിസ്തു നമ്മളെ എത്രമാത്രം വസിക്കുക, നമ്മൾ ഇടം കൊടുക്കുന്നു, അവൻ റെഡിയാണ്. ഇത് ലവോദിക്ക സഭയുടെ കാലഘട്ടമാണ്. വിശ്വാസികളുടെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുക. ആര് വാതിൽ തുറക്കുന്നു, ഞാൻ അവൻ്റെ അടുത്ത് വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. വാസം ചെയ്ത് വെറുതെയല്ല, നമ്മെ നടത്തുവാൻ, നമ്മെ തന്നെ പോലെ ആക്കി തീർക്കുവാൻ, നമ്മൾ ഉപദ്രവിക്കുവാനല്ല, കൊന്നുകളയുവാനല്ല, നമ്മെ കുറ്റം വിധിക്കുവാനല്ല, നീ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാനല്ല. വാട്ട് ഈസ് ബെറ്റർ ഫോർ യു? അവന്റെ ഹിതപ്രകാരം, അവന്റെ ദൃഷ്ടിയിൽ ഏത് നല്ലതാണോ, എന്ത് നല്ലതാണോ അതേ ചെയ്യാൻ സാധ്യമുള്ളവന്. നല്ലതല്ലാത്തൊരു കാര്യം അവൻ ചെയ്താൽ പിന്നെ അവൻ ദൈവമല്ല. അവന്റെ സ്വഭാവം ത്യജിച്ചു. അവന്റെ സ്വഭാവം അവന് ത്യജിക്കാൻ സാധ്യമല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നടന്നു വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇറ്റ് ഇസ് ഫോർ ഗുഡ്. ദൈവം നിന്റെ ഹിതപ്രകാരം അല്ലാത്ത കാര്യമാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്, എന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നടക്കാതിരിക്കുന്നു. പിന്നെ അത് കിടന്ന് ഉപവസിക്കാനോ പ്രാർത്ഥിക്കാനോ ശഠിക്കാനോ വാശി പിടിക്കാനോ, നോ ലോർഡ്, ഇറ്റ്സ് ഗുഡ് ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് ദാറ്റ്. അതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വഴികൾ, നമ്മുടെ നടപ്പ്, നമ്മുടെ പ്രവർത്തികൾ, സംസാരങ്ങളും ഒക്കെ ഒന്ന് ക്രമമുണ്ടോ എന്ന് ആദ്യം തന്നെ ഒന്ന് നോക്കണം. എങ്ങനെ? നമ്മുടെ ഇഷ്ടത്തിനല്ല, നമ്മൾ ആയിരിക്കുന്ന സൊസൈറ്റിയുടെ ഇഷ്ടത്തിനല്ല, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഇഷ്ടത്തിനുമല്ല, ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഡിവൈൻ നേച്ചർ. പല പല ഉപദേശങ്ങളും വചനത്തിൽ എടുത്തുകൊണ്ട് മനുഷ്യനെ, വിശ്വാസികൾ പോലും വലച്ച് കളയുന്നൊരു കാലഘട്ടമാണിത്. ബൈബിളിൽ നിന്ന് ആദ്യ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ ഈ ലേഖനം എഴുതുന്ന സമയത്ത് ഈ വചനങ്ങളൊന്നും
വേറെ ആർക്കും അറിയില്ല. യഹൂദന്മാർക്ക് അറിയാം പഴയ നിയമത്തിലെ കാര്യങ്ങൾ. ലേഖനങ്ങൾ യഹൂദന്മാർക്കല്ല കൊടുത്തത്, ദൈവസഭയ്ക്കാണ് കൊടുത്തത്, ഉപദേശങ്ങൾ കൊടുത്തത്, പൊരുകളിൽ തിരിച്ചു കൊടുത്തത്. അവർക്കറിയാം, മറ്റു ജാതികൾക്കൊന്നും അറിയില്ല. ഇന്ന് എല്ലാവരും അറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ഇതേതൊരുത്തരും ദൈവവചനം എടുത്താൽ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് 2 വാക്യങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനികളെ മുക്കിക്കളയത്തക്ക വേണം ഈ ബൈബിളിനകത്ത് തന്നെ അവർക്ക് പഠിപ്പിച്ചു വിടണം. അവരെ ഞാൻ അതിനെക്കുറിച്ചൊരു ക്ലാസ് തയ്യാർ ചെയ്യുന്നുണ്ട്. അതായത് ബൈബിളിൽ ക്രിസ്ത്യൻസിനോട് ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം എന്ന് പറയാം. അതിനെ ടെക്സ്റ്റുവൽ ക്രിറ്റിസിസം, അതായത് വചനത്തിൽ എവിടെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റുമോ അത്തരം കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ നമുക്ക് അവരെ ഡിഫെൻഡ് ചെയ്യാം. ത്രിത്വത്തെ കുറിച്ച്, ത്രിത്വം അല്ലെങ്കിൽ ട്രിനിറ്റി എന്നൊരു വാക്ക് ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ടെക്സ്റ്റുവൽ ക്രിറ്റിസിസത്തിന്റെ ഇവരെ പഠിപ്പിച്ചു വിടുന്നതാണ്. ബൈബിളിൽ എവിടെയൊക്കെ നമ്മളെ ടെക്സ്റ്റുവൽ രീതിയിൽ എവിടെയൊക്കെ ക്രിറ്റിസൈസ് ചെയ്യാൻ പറ്റും. എടുത്തൊരു ചോദ്യമാണ്, ട്രിനിറ്റിയെ കുറിച്ച് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ടോ? ഈ ട്രിനിറ്റി എന്നൊരു വാക്ക് ദൈവവചനത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിളിലുണ്ടോ? അപ്പൊ തന്നെ ഇല്ല, ഓഫ് കോഴ്സ് ഇല്ല. പിന്നെ നിങ്ങൾ എത്ര ദൈവത്തിൽ വിശ്വസിക്കുന്നത്? പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം. നിങ്ങൾ ഏകദൈവ വിശ്വാസികളാണോ ബഹുദൈവ വിശ്വാസികളാണോ? ഇതെന്ന് തുടങ്ങിയെന്ന് അറിയാമോ? 1-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ തർക്കമാണ്. ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി വേർത്തരികട കാണിച്ചിരിക്കുക. നമ്മൾ എക്സ്പോസ് ചെയ്യാൻ പോവാ. നമ്മൾ പറയാം, അയ്യോ പിതാവായ ദൈവം, പുത്രനായ ദൈവമാണ്, പരിശുദ്ധാത്മാവ് ദൈവം. അപ്പൊ നിങ്ങൾ 3 ദൈവത്തിൽ വിശ്വസിക്കുന്നു, ബഹുദൈവ വിശ്വാസികളാണോ ഏകദൈവ വിശ്വാസം? അടുത്തടുത്തൊരു തീയമ്പ് വരാൻ പോകുന്നതാണ്. ആവർത്തന പുസ്തകം ഡ്യൂട്ടോണോമി 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഏകൻ. അപ്പൊ നിങ്ങൾ ഇസ്രായേൽ വിശ്വസിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്നു, ബഹുദൈവത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴപ്പം തുടങ്ങും പിതാവ് ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ ദൈവം. അല്ലെങ്കിൽ പിതാവ് പുത്രൻ എന്ന് പറയുന്നത് ബയോളജിക്കൽ റിലേഷൻ അല്ല. സൺഷിപ്പ് എന്ന് പറയുന്നത് ബയോളജിക്കൽ റിലേഷൻ അല്ല. കാരണം അവർക്ക് അതേ അറിയുള്ളൂ. കാരണം അവർ ആത്മാവിൽ വചനങ്ങൾ വിഭജിച്ചിട്ടല്ല വരുന്നത്, ദുഷ്ടാത്മാവിനെ കൊണ്ട് ക്രിസ്ത്യാനികൾ ഒടുക്കാനാണ് വരുന്നത്. എന്നാൽ പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെയും പ്രവർത്തികൾ ഡിഫറെന്റ് ഓഫീസാണെന്ന് അനേക വാക്യങ്ങൾ കൂടെ നമുക്ക് തെളിയിക്കാം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 44-ാം വാക്യം, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ, പുത്രൻ ഭൂമിയിൽ നിന്ന് പറയുകയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്ക വരുവാൻ സാധ്യമല്ല. പിതാവ് പുത്രനെ റെഫർ ചെയ്തവിടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തെ പറയാണ്, അവൻ വന്ന്, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. 15-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തെ എന്ന് പറയുന്നത്, അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിന്റെ ഓഫീസ് അവിടെ ഉണ്ട്. ഹല്ലേലൂയ. അല്ലെങ്കിൽ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളില്, അവൻ സ്നാനപ്പെട്ട് കയറുമ്പോൾ, വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, സ്തോത്രം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മ പ്രാപന്ന രൂപത്തിൽ വരുന്ന അവരുടെ മേൽ അധിവസിക്കുന്നു, ഡ്വൽ ചെയ്യുന്നു. ട്രിനിറ്റിയുടെ എക്സിസ്റ്റൻസ്, ഓഫീസുകൾ വളരെ വ്യക്തമാണ്. എന്നാൽ ട്രിനിറ്റി നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിലാണ് പറയുന്നത്. ഞാൻ പല പ്രാവശ്യം പലരോട് പറഞ്ഞിട്ടുള്ളതാണ്, പേഴ്സൺ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഹ്യൂമൻ ലാംഗ്വേജ്. പേഴ്സൺ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറാണ്, ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ. ഒരു ശരീരം, ഒരു പ്രാണൻ, ഒരു ആത്മാവുള്ള വ്യക്തിയാണ് പേഴ്സൺ. പക്ഷേ നമുക്ക് ദൈവത്തിന് ആ പേഴ്സൺ എന്ന വാക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വേണം 3 പേഴ്സൺസ് അല്ലെങ്കിൽ 3 പേഴ്സണാലിറ്റി ഒരു വ്യക്തിയിൽ എങ്ങനെ വസിക്കുന്നു എന്ന് ദൈവവചനത്തിൽ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. That's all. പക്ഷേ ട്രിനിറ്റിയുടെ എക്സിസ്റ്റൻസ് വളരെ വ്യക്തമായിട്ട് അനേക വാക്യങ്ങളിൽ കൂടെ നമുക്ക് തെളിയിക്കാം. അപ്പോസ്തലന്മാരുടെ ലേഖനങ്ങളുടെ ഇൻട്രൊഡക്ഷൻസ് അല്ലെങ്കിൽ ലേഖനങ്ങൾ കൺക്ലൂഡ് ചെയ്തൊക്കെ തന്നെ മിക്കവാറും പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനും മഹത്വം കൊടുത്തുകൊണ്ടാണ്. അനേക വാക്യങ്ങൾ കിട്ടും. അപ്പൊ നമുക്ക് ഡിഫെൻഡ് ചെയ്തു. ഡിഫെൻഡ് ചെയ്തെങ്ങനെയാണ്?
ത്രിത്വത്തിന്റെ എക്സിസ്റ്റൻസ് ഉണ്ട്, അതിന് ഡിഫറെന്റ് ഓഫീസുകളുണ്ട്. പക്ഷെ ത്രിത്വം എന്നൊരു വാക്കില്ല. തൃത്വല്യം കൊണ്ടുവന്നൊരു വാക്കാണത്. പക്ഷെ എക്സിസ്റ്റൻസ് നമുക്കറിയാം. ഇത് ഡിഫറൻസ് ആയി. അടുത്തത് എന്താ പറയുക, അവന്റെ ചങ്കിലേക്ക് നല്ലൊരു അമ്പങ്ങ് വിടണം. അവന് ഒരു മുസ്ലിമാണ് പറയുന്നതെങ്കിൽ, മുസ്ലിംസ് ആണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, നിന്റെ ഖുറാനിലെ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത് 99 പേരുകളുണ്ട്, അല്ലെങ്കിൽ 99 ആട്രിബ്യൂട്ട്സ് എന്ന് പറയാം. അതിനകത്ത് പ്രധാനപ്പെട്ടതാണ് അർ റഹ്മാൻ, മഹാദയയുള്ളവൻ അല്ലെങ്കിൽ മേഴ്സിഫുൾ ആയിരിക്കുന്നവൻ. അൽ റഹീം അർ റഹീം എന്ന് പറഞ്ഞാൽ അതേ അർത്ഥത്തിൽ തന്നെയാണ്, മേഴ്സിഫുൾ അവൻ. ഇവൻ അവന്റെ നേച്ചറിന് മാറ്റമല്ല. ഒരു പേഴ്സണാലിറ്റിയുടെ നേച്ചർ മാറിയാൽ, സ്വഭാവം മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ദൈവമല്ല എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, നിത്യൻ, അനന്യൻ, മാറ്റമില്ലാത്തവൻ. ഈ 5 ഗുണങ്ങൾ, സർവശക്തൻ, സർവവ്യാപി, സർവജ്ഞാനി, നിത്യൻ, അനന്യൻ, ഈ 5 ഗുണങ്ങൾ ഒരു കാലത്തും മാറാത്തൊരു പേഴ്സണാലിറ്റി. ആസ് ലോങ് ആസ് ദേ പൊസസ് ദിസ് നേച്ചർ, they are become God, they are God. ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് മാറിയാൽ അവന് മാറ്റം ഭവിച്ചു, അവൻ പിന്നെ അനന്യനല്ല. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. ഓക്കെ, ഈ അൽ റഹ്മാൻ അല്ലെങ്കിൽ അൽ റഹീം എന്ന് പറയുന്നവൻ മറ്റേതെല്ലാം ക്രിയേഷൻസ് അവന്റെ തലയ്ക്ക് തീമ്പിടാൻ ചോദിക്കുന്നതാണ്. മറ്റ് ക്രിയേഷൻസ് എല്ലാം ക്രിയേറ്റഡ് ആകുന്നതിന് മുമ്പ് ഇവന്റെ ഈ മേഴ്സിയെ ആരുടെ മുമ്പിലാണ് കാണിച്ചിരുന്നത്? To show his mercy, there must be one object or one person at least which is not created. മനസ്സിലാവുന്നുണ്ടോ? അവരുടെ വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെ, അവന്റെ അള്ളയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എടുത്തുകൊണ്ട് തന്നെ അവന്റെ ചങ്കിലേക്ക് നല്ലൊരു തീയമ്പങ്ങൾ അയക്കണം. പിന്നെ അവൻ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് വിശ്വാസികൾക്ക് അത് പറ്റുന്നില്ല. ഞാൻ ഈ കാര്യത്തിൽ ആത്മീയമായിട്ട് നല്ല യുദ്ധങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. മാസങ്ങളോളം ഈ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് നമ്മൾ പറഞ്ഞത് വചനത്തിന് മുമ്പ് കീഴടങ്ങില്ല. അവന്റെ ചങ്കിലേക്ക് കൊടുക്കണം 2 എണ്ണം. ഇമാരെ ബൈബിളിൽ പോസ്റ്റ് ഇട്ട് എന്താ പറയുക, സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാ വരാ. പേജുകളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കുക ഓരോരോ പേജിനും. ഇതിനാണ് ഈ ടെക്സ്ചറൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത്. അത് അടുത്തത് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതിന് തെളിവുണ്ട്. അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതാണ്, യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചിട്ടില്ല, അവന് പകരം അവനെ പോലെ വേറെ ആളെയാണ് ക്രൂശിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ഇന്ന് മരിച്ചിട്ടില്ല. കാരണം എന്താ? പാപത്തിന്റെ പരിഹാരമായിരിക്കുന്ന അറ്റോൺമെന്റ് നടക്കാത്തോടത്തോളം ദൈവത്തിന് മനുഷ്യരോട് കരുണ കാണിക്കാൻ അറിയില്ലെന്ന് സാത്താൻ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിച്ചിരിക്കുകയാണ്, മറിയയുടെ പുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു എന്ന് പറഞ്ഞുകൊണ്ടെന്ന് പറയുന്നു. യേശു അവന് ക്രൂശിച്ചിട്ടില്ല, അവനെ പോലൊരു വ്യക്തിയാണ് ക്രൂശിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് സോഴ്സ് ക്രിറ്റിസിസം എന്ന് പറയും. അതിന് തെളിവെന്താ? ഒരു സ്ത്രീയുടെ ഉദരത്തിൽ ഒരു വായ 9 മാസം ചുമന്നുകൊണ്ട് നടന്ന് പ്രസവിച്ച് 33.5 വർഷം വരേക്കും ആ കുഞ്ഞിനോട് കൂടി അല്ലെങ്കിൽ വളർന്ന് വളർച്ചയിൽ കണ്ട് കൂടി ഉണ്ടായിരുന്ന സ്ത്രീ, മറിയ എന്ന സ്ത്രീ ക്രൂശിന്റെ കീഴിൽ നിൽക്കുന്നുണ്ട്. യോഹന്നാൻ, അപ്പോസ്തലൻ യോഹന്നാൻ അവിടെയുണ്ട്. യേശു അവനോട് പറയുന്ന വാക്കുകള്, സ്ത്രീ ഇതാ നിന്റെ മകൻ, അവർ പറയുന്നു ഇതാ നിന്റെ അമ്മ. സ്തോത്രം. ആ 2 വ്യക്തികളുടെ സാക്ഷ്യം എഴുതിയ പുസ്തകം നമ്മുടെ കയ്യിലുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം. സ്തോത്രം. ഇനി ആ കാലഘട്ടത്തിൽ, 1-ാം കാലഘട്ടത്തിൽ, 2-ാം കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന 4-5 ഗ്രീക്കിന്റെയും റോമന്റെയും ജൂതന്മാരെയും ഹിസ്റ്റോറിയൻസ്, പ്രത്യേകിച്ച് ജോസിഫസ് എഴുതിയ ചരിത്രങ്ങൾ നമുക്കുണ്ട്. ഇതാണ് പറയുന്നത് സോഴ്സ് ക്രിറ്റിസിസം നമുക്ക് ഓപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നത്. എടാ, നീ പറഞ്ഞത് കള്ളമാണ്. ഒരു സ്ത്രീ തന്റെ ഉദരത്തിൽ വഹിച്ച കുഞ്ഞിന് വളർന്നു വന്നത് 33.5 വർഷം ജീവിച്ചിരുന്നത് ക്രൂശിൽ കിടക്കുന്നത് തൊട്ടടുത്ത് മറിയുണ്ട്. മറിയയ്ക്കറിയാം ഞാൻ പ്രസവിച്ച് വളർത്തിയ മകനാണെന്ന്. യോഹന്നാൻ അറിയാം ഞാൻ 3.5 വർഷം എൻ്റെ കൂടെ നടന്നതാണെന്ന്. ഇതാണ് സോഴ്സ് ക്രിറ്റിസിസം. ഇതുപോലെ അനേക തന്ത്രങ്ങളും കൊണ്ടുവരുമ്പോൾ ഇന്നെന്താ പറയുക, ദൈവമക്കൾ വചനം പഠിക്കുന്നില്ല, പഠിച്ചാൽ അത് ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതുകൊണ്ട് അത് ഈസി ആയിട്ട് വളയ്ക്കും. 7-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചെന്ന് പറയുന്ന ഇസ്ലാം ഇന്ന് 22 മില്യനായിട്ട് വളർന്നു.
അടുത്ത 5-6 വർഷത്തിലുള്ള അവർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഓവർടേക്ക് ചെയ്യും. 27 മില്യനാണ്. എല്ലാം കൂടെ എന്താ നമ്മുടെ ആശാരി ഉപദേശം പറഞ്ഞ കല്ലുപൊട്ടിയും വരാലും ഇതെല്ലാത്തും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 27 മില്യനുള്ളൂ. 5 മില്യനും കൂടെ വർദ്ധിക്കാനുള്ളൂ. അവർ ബയോളജിക്കൽ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുക. ഓരോ കുടുംബത്തിനും 5-10 പിള്ളേരാ. ഒരു പുരുഷൻ 5-6 ഭാര്യ വരെ വിവാഹം കഴിക്കാം, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്തു ആരാണെന്ന് നാം അനുഭവിച്ചറിയണം. ഇത് ഈ ക്രിസ്തു വസിക്കാത്ത സ്ഥലങ്ങളാണ്. ക്രിസ്തു വസിക്കാത്തോടത്ത് ഒരു വ്യക്തിയിൽ കൂടെ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എക്സിക്യൂട്ട് ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല. ഈ എഫേസ്യ ലേഖനം ചാപ്റ്റർ 1 വേഴ്സ് 19-23 എന്ന് പറയുന്നത് വളരെ വാല്യൂഡ് ആയിട്ട് വാക്കാണ്. നമ്മൾ എടുക്കുന്ന ക്ലാസ് എന്താണ്? ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം. സഭയിൽ നിന്ന് ക്രിസ്തു പുറത്തായി. സഭ എന്ന് പറഞ്ഞ ഓരോ വ്യക്തികളും അവരുടെ കൂട്ടായ്മയാണ്. ക്രിസ്തുവിന് വസിക്കാൻ കഴിയാതെ വേണം സെൽഫ് ഡിസയേഴ്സ് ഉള്ളിടത്തോളം ക്രിസ്തു വസിക്കുന്നില്ല. ഡിനോമിനേഷൻ ഇൻട്രസ്റ്റ്, ജാതി ഇൻട്രസ്റ്റ്, പാരമ്പര്യ ഇൻട്രസ്റ്റ്, വ്യക്തി താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, ഇതിനകത്ത് ക്രിസ്തു വസിക്കുന്നില്ല. അതുകൊണ്ട് എന്താ? ശക്തിയില്ല. ഇത്തരം തന്ത്രങ്ങൾ ജയിക്കാനുള്ള ശക്തിയില്ല. ക്രിസ്തു വസിച്ചാൽ എന്താ പറഞ്ഞിരിക്കുന്ന? എല്ലാ വാഴ്ചകളോടും, എല്ലാ പ്രിൻസിപ്പാലിറ്റീസോടും, എല്ലാ ശക്തി, എല്ലാ പവേഴ്സ്, എല്ലാ കർത്തൃത്വങ്ങളോടും, far above all principalities, all powers, might and dominions. ഇതെന്താണെന്ന് അറിയണ്ടേ? കഴിഞ്ഞ ദിവസം ഞങ്ങൾ പത്തനംതിട്ട പോയപ്പോൾ എന്താ പരുമലത്തീനിയുടെ ഉത്സവമാണ്. എല്ലാ റോഡിൽ കൂടെ ശക്തമായ യാത്ര. ഹിന്ദുക്കൾ അവരുടെ ഉത്സവം വരുമ്പോൾ ചെണ്ടയും കൊട്ടി മേളം കൊട്ടി പോകുന്നത് പോലെ തന്നെ ഞങ്ങളും കൊട്ടി കാണിക്കുക. ഞങ്ങൾക്കും കുറച്ച് ജനസംഖ്യയുണ്ട്, നീ കൊട്ടും. പക്ഷെ വസിക്കുന്നത് ക്രിസ്തു അല്ല. ഹല്ലേലൂയ. ഇതിനാണ് ഈ ലേഖനങ്ങൾ ക്ലാസ് എടുക്കുന്നത്. ഏറിപ്പോയ 80, ഇപ്പോൾ 80, 85, 90, 100 എത്തുന്നവരൊക്കെ വളരെ കുറവുള്ളൂ. അതിനുള്ളിൽ നിനക്ക് ഈ ശരീരത്തിൽ നിന്ന് നേടാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് പറയുന്നത്. നിനക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്ത് ഉയർത്തുന്ന വേറൊരുമായിട്ടൊരു റിലേഷൻ കീപ്പപ്പ് ചെയ്യും. ഇതാണ് വിശ്വാസ പ്രസംഗം. നിന്നോട് സഭയെ വരുവാനോ നിന്നോട് കൂട്ടായ്മ വരുവാനോ ഒന്നല്ല പറയുന്നത്. ഇൻഡിവിജ്വലി റിസീവ്, ഉയർത്തെന്നിട്ട് വേറൊരുവനാകേണ്ടത് ശ്രമിക്കുക. ദെൻ നീ ഭൂമി ജനിച്ചത് ഗുണമായി, അല്ലെങ്കിൽ ജനിക്കാതിരുന്നത് നല്ലതായിരുന്നു. സ്തോത്രം. പിന്നെ എന്ത് ചെയ്യണമെന്നുള്ള അവൻ നടത്തുന്നത്. ഞാൻ വീട് ഓർപ്പിക്കുകയാണ്. ആദാമിന്റെ അടുത്ത് വന്ന് പറയുകയാണോ, നീ പുതുതായി ജനിച്ചില്ലെങ്കിൽ നിനക്ക് ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല, നിനക്ക് ഏത് തോട്ടത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല, അല്ലെങ്കിൽ ഞാൻ വസിക്കുന്നിടത്തേക്ക് വരുവാൻ സാധ്യമല്ല, ഞാനുമായിട്ട് നിരപ്പ് പ്രാപിപ്പാൻ സാധ്യമല്ല. വെള്ളത്താലും ആത്മാവിനും ജനിച്ചില്ലെങ്കിൽ നിനക്ക് എൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ആദാം 2 കൈയായിട്ട് തന്നെ പറയില്ലായിരുന്നോ, ലോർഡ് എനിക്ക് മനസ്സിലായി എൻ്റെ പൂർവാവസ്ഥ എന്താണെന്ന്, ഞാൻ ഈ അനുസരണക്കേട് കാണിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം, ഇത് നഷ്ടപ്പെട്ട അവസ്ഥ എനിക്കറിയാം, ലോർഡ് ഐ നീഡ് ഇറ്റ് നൗ. നമുക്ക് ഈ 2 അവസ്ഥ തിരിച്ചറിയാം. നമുക്ക് ഒന്നേ അറിയുള്ളൂ, പാപത്തിൻ്റെ മ്ലേച്ഛതകൾ, അതിൽ രസിച്ചുകൊണ്ടിരിക്കും നമ്മൾ. അപ്പൊ വെളിച്ചത്തെ കാണുമ്പോൾ പകയ്ക്കുകയാണ്. വെളിച്ചം ഉപദേശിക്കുന്നവരെ കാണുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന സോളാണ് നിന്നെ കൊണ്ട് പകപ്പിക്കുന്നത്. നിന്റെ അകത്തിരിക്കുന്ന പാപം എന്ന ശക്തിയാണ് നിന്നെ വെളിച്ചത്തോട് പകപ്പിക്കുന്നത്, നിന്നെ കൊണ്ടുപോകുന്ന ഡാർക്ക്നെസ്സിലേക്ക്. ഹല്ലേലൂയ. നീ ഒരു സ്വതന്ത്ര മനസ്സിന്റെ ഉടമയായിരിക്കുന്നതോടും നിനക്കിതുപോലെ ഇൻഫ്ലുവൻസ് തരാനല്ല, അത് നിന്നെ നിർബന്ധിച്ചുകൊണ്ട് വെള്ളത്തെ മുക്കി സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധ്യമല്ല. Up to you. ഈ വാക്കുകളാണ് നിന്റെ ജഡ്ജ്മെന്റ് നടക്കുന്നത്. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എന്താ വെളിച്ചം? ക്രിസ്തു. നിന്റെ വാതിൽക്കൽ മുട്ടിയിട്ടും നീ അതിനേക്കാൾ അധികമായിട്ട് ഇരുട്ടിനെ സ്നേഹിക്കുന്നു. നിന്റെ മേൽ ഈ നിമിഷത്തില്, കേൾക്കുന്ന നിമിഷത്തിൽ തന്നെ ന്യായവിധി വന്നുകൊണ്ടിരിക്കുകയാണ്, ജഡ്ജ്മെന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സുവിശേഷ പ്രസംഗം എന്ന് പറഞ്ഞല്ലോ ജഡ്ജ്മെന്റ് ആണ്. ഇഫ് യു അക്സെപ്റ്റ് ഇറ്റ് യു വിൽ ബി വിത്ത് ഗാഡ്. ആദാമിന്റെ അടുത്ത് ഞാൻ പറയാണ്, ആദാമിന്റെ അടുത്ത് വന്നിട്ട് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ ഓഫ്കോഴ്സ് ഒരു അറ്റോൺമെന്റ് നടക്കാതെ ദൈവത്തിനു ക്ഷമിക്കാൻ സാധ്യമല്ല, അവരെ റീഇൻഷുർ ചെയ്യാൻ സാധ്യമല്ല.
പക്ഷെ അവനൊരു രണ്ടവസ്ഥ നല്ലവണ്ണം അറിയാം. നഷ്ടപ്പെട്ട അവസ്ഥ അറിയാം, നഷ്ടപ്പെട്ട മുമ്പുള്ള അവസ്ഥ അറിയാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അവൻ്റെ ഇൻ്റലക്റ്റ് നല്ലവണ്ണം അറിയാം. പിന്നെ ഒന്നും നോക്കാനില്ല. ലോർഡ് നെടുമ്പാട് വീണന് നെടുമ്പാട്. ഇന്ന് എത്ര കണ്ടുഘോഷം നടത്തിയിട്ടും നല്ല പ്രസംഗം ഇപ്പോൾ യൂട്യൂബുകളിലൊക്കെ ആണല്ലോ, എന്താ പറയുക, ലൈക്ക് ചെയ്യണ, സബ്സ്ക്രൈബ് ചെയ്യണ, പിന്നെന്താ ഫോർവേഡ് ചെയ്യണ. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല. അകത്ത് നടക്കേണ്ട പ്രവൃത്തിയാണ്. സ്തോത്രം. ഇത് ബിസിനസ്സിന് വേണ്ടി ചെയ്യുന്നതല്ല. കേൾക്കുന്ന വ്യക്തിയുടെ പ്രാണനും ആത്മാവും ദൈവമായിട്ട് നിരപ്പ് പ്രാപിപ്പാൻ ഒരു വഴിയുള്ളൂ. 2 തിമോത്തി ചാപ്റ്റർ 1:10 പറയുന്നത് പോലെ, ഇപ്പോൾ മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും, ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. സുവിശേഷം കൊണ്ടേ ഉള്ളൂ, വേറെ വഴിയില്ല. അതിന് സുവിശേഷം കൊണ്ട് എന്താ പറയുന്നത്? ക്രിസ്തു നിൻ്റെ ആരാണ്, നീ ആരാണ്, ക്രിസ്തു നിനക്ക് വേണ്ടി ആരാണ്. ഏറ്റുകൊള്ളുക അവനെ, കൈക്കൊള്ളുക അവനെ. ഇത്രയുള്ള സുവിശേഷത്തിൻ്റെ ആഴം. ഇതിത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിനക്ക് പേഴ്സണലായിട്ട് ഉയർത്തുന്നിട്ട് ക്രിസ്തുമായിട്ട് ഒരു റിലേഷനിലേക്ക് വരും, കോൺട്രാക്റ്റിലേക്ക് വരും, ഉടമ്പടിയിലേക്ക് വരുക. എന്തത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തിനു വില കൊടുക്കണോ? ഒരു വിലയും കൊടുക്കണ്ട. ഈ പ്രത്യാശയോടുകൂടെ മുന്നേറണം. ഞാൻ കഠിനമായ വാക്കുകളൊന്നല്ല പറയുന്നത്, വളരെ ലളിതമായ ഹ്യൂമൻ ലാംഗ്വേജ് ഉപയോഗിച്ചുള്ളൂ. ഗ്രീക്കും ഹീബ്രും അല്ലെങ്കിൽ ദൈവ അന്യഭാഷ ഒന്നല്ല പറയുന്നത്. ഹ്യൂമൻ ലാംഗ്വേജ്, മനസ്സിലാകുന്ന ഭാഷ. വെളിച്ചമെന്ന് വാതിലേക്ക് വരികയാണ്. എന്താ പറഞ്ഞ? അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്കെന്താ വരുന്നത്? ദൈവത്തിൻ്റെ കോപ വെളിപ്പെടുന്നത്. നീ എന്താ ചെയ്യുന്നത്? നിന്നിൽ വസിക്കുന്ന അനീതി കൊണ്ട് ക്രിസ്തുവിന് തടയാണോ? നിന്റെ രക്ഷയെ തടയാണോ? ദൈവത്തിനൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ചത്തുപോകുന്ന കൊതുകിനെ പോലെ മനുഷ്യനെ കണക്കിടുന്നുള്ളൂ, ഡിസൊബീഡിയൻസ് ചെയ്യുന്നവരെ. പക്ഷേ തന്നിൽ ആശ്രയിക്കുന്നവരെയോ എന്തു വില കൊടുത്തും പുത്രൻ്റെ വിലയാണ് അവനെ ആശ്രയിക്കുന്നവരവന് കൊടുക്കുന്നത്. അതുകൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങാൻ കൊടുത്തതെന്താ? പുത്രനെ. അത്രമാത്രം വിലപ്പെട്ടതാ നീ. ഈ പ്രത്യാശയോടുകൂടെ മുന്നേറാൻ ശ്രമിക്കുക. തളർന്നു പോകുവാനല്ല, എനിക്ക് വേണ്ടി കൊടുത്ത വില. യെസ്, ദൈവത്തിൻ്റെ ഏകജാതനെ കരുതുന്ന പോലെയാണ് എന്നെ കരുതുന്നത്. ഞാൻ ക്ലെയിം ചെയ്ത് അങ്ങനെയാണ്. എന്നെ വിലയ്ക്ക് വാങ്ങാൻ, എന്നെ വീണ്ടെടുക്കാൻ കൊടുത്ത വില ഇസ് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ദാറ്റ് മീൻസ് എൻ്റെ ലൈഫ് ക്രിസ്തുവിൻ്റെ ജീവൻ തുല്യമാണ്. ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെയും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ മടിക്കേണ്ട ആവശ്യമില്ല, ആശ്രയിക്കാൻ അവന് കഴിവ് കുറവുണ്ടോ? ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പലപ്പോഴും ബാക്ക് സ്ലൈഡ് ചെയ്യുന്നത്, അവിശ്വാസം കടന്നു വരുന്നത്. എന്തുകൊണ്ടാണ്? എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു ശമരിക്കാരുടെ കാര്യം. ആദ്യം അവൾ ചെന്ന് സാക്ഷ്യം കേട്ടിട്ട് അവർ വിശ്വസിച്ചു. പിന്നെ അവൻ കടന്നു ചെന്ന് അവനുമായിട്ട് നേരിട്ട് സംസാരിച്ചപ്പോൾ അവരതും പറഞ്ഞ് വിശ്വസിച്ചു. ഞങ്ങളോട് കൂടെ പാർക്കാൻ പറഞ്ഞു. 2 നാൾ അവിടെ പാർത്ത് കഴിഞ്ഞപ്പോൾ അവരെന്താ പറയുന്നത്? നീ പറഞ്ഞതുകൊണ്ടല്ല, ഞങ്ങൾ തന്നെ എന്താന്ന് പറഞ്ഞൊരു വാക്കോടെ ഉപയോഗിച്ചു, ലോകരക്ഷിതാവെന്ന് വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു. വിശ്വസിച്ചിരിക്കുന്നു മാത്രം പറഞ്ഞാൽ പോരെ. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവൻ ലോകരക്ഷിതാവെന്ന് ഞങ്ങൾ വിശ്വസിച്ചും ഇപ്പോൾ അറിഞ്ഞുമിരിക്കുന്നു. അവനുമായിട്ട് 2 ദിവസത്തെ കൂട്ടായ്മയിൽ അവർക്ക് മനസ്സിലായി. ഇന്ന് എത്രയോ സുവിശേഷം പ്രസംഗിച്ചിട്ടും പേഴ്സണൽ അക്വൈൻറ്റൻസ്, പേഴ്സണൽ കൂട്ടായ്മ വരുന്നില്ല. തടസ്സം എന്താണെന്നറിയുമോ? നിന്നിൽ കുറച്ച് സെൽഫ് ഡിസയേഴ്സ്, ചീഞ്ഞളിഞ്ഞ കുറച്ച് സെൽഫ് ഡിസയേഴ്സ് കിടക്കുന്നുണ്ടാവും. കർത്താവ് അത് വെളിപ്പെടുത്തിയിട്ടും നീ തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്നില്ല. അതാ കുഴപ്പം. എത്രത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് സദാ വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. നീ ഹൃദയം കഠിനപ്പെടുത്തിയാൽ പിന്നെ വാദിച്ചിട്ട് കാര്യമില്ല. നീ പിന്നെ കഠിനപ്പെടുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ലോർഡ്, ഐ ആം ഹിയർ. ഞാൻ എനിക്കുള്ള സമർപ്പിക്കുന്നു. പറയാൻ എളുപ്പമാണ്, ഡു ഇറ്റ്. ദൈവമേ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധ നെറ്റിലുമായ ദൈവമേ സ്വർഗ്ഗപിതാവേ, ഞങ്ങളോട് നീ സംസാരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ നീ മുട്ടുന്നു കർത്താവ്. ആദ്യനും അന്തിനുമായി നീ ഇത്രമാത്രം ഞങ്ങളെ വിലമതിച്ചുകൊണ്ട് ഞങ്ങളോട് ഇത്ര സൗമ്യതയോടെ ഇടപെടുന്നല്ലോ, ഇത്ര സ്നേഹത്തോടെ ഇടപെടുന്നല്ലോ.
ആ ക്രൂശിലെ യാഗം മാത്രമേ ഞങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ളൂ കർത്താവേ. പുത്രനെ ആദരിക്കാതെ ഞങ്ങൾക്ക് ഏവർക്കും വേണ്ടി നൽകിയ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾക്കുള്ള സകലത്തെയും ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കഴിവുണം കൊണ്ടല്ല, നിൻ്റെ കൃപ കൊണ്ട് കവിഞ്ഞാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ നിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിൻ്റെ മഹാശക്തിയെ തന്നെ ഉദ്ധരിക്കുമാറാകണം. നിൻ്റെ ജനത്തിനെതിരെ വക്രത പ്രവർത്തിക്കുന്നവർ നിൻ്റെ മഹത്വം കാണാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കുന്ന ശുശ്രൂഷമേ കർത്താവിൻ്റെ സാന്നിധ്യം കൂടിയിരുന്നാട്ടെ, യാത്രകളോട് കൂടിയിരുന്നാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.